ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് മുരിങ്ങയുടെ പൂവാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ നാത്തൂൻ എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ്. എനിക്കിത് വളരെ ഇഷ്ടമാണെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അതുകൊണ്ട് അതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രത്യേകം എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. താങ്ക് യു ബിന്ദു. അപ്പം ഞാനിത് ഒരു തോരൻ വെക്കാനാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ തോരൻ. നിങ്ങൾക്കിത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കണേ. അപ്പം അതൊന്ന് നല്ലപോലെ കഴുകിയൊക്കെ എടുത്തു. ഒരു മുളക്, കുറച്ച് ഉള്ളി ഒക്കെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചതച്ചെടുക്കണേ. പൂവിനനുസരിച്ചിട്ടുള്ള തേങ്ങ വേണം എടുക്കാൻ. അപ്പോൾ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് എടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാട്ടോ ഇത്. നമ്മൾ കഴിച്ചിട്ടുള്ളവർ വീണ്ടും വീണ്ടും ഇത് ആഗ്രഹിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തേങ്ങയൊന്ന് നമുക്കൊന്ന് പതുക്കെ ചൂടാക്കി എടുക്കാം. പൂവ് ആദ്യം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് വല്ലാണ്ടായി പോകും. കാരണം വളരെ നേർത്താണ് മുരിങ്ങയുടെ പൂവെന്ന് പറയണത്. വേവാനൊന്നും ഇല്ല, അത് പെട്ടെന്നാവും. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഈ മുരിങ്ങയുടെ പൂവും കൂടി ഇട്ട് ഇത്തിരി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കണം. എന്നിട്ട് അത് നല്ല ടേസ്റ്റായിട്ടുള്ള തോരനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ലല്ലോ. അതുകൊണ്ട് ഈ കൂണൊക്കെ പറമ്പിൽ നിന്ന് കിട്ടില്ല, അതുപോലെ എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ. അത് കാരണം ഇത് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോളണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതിൻ്റെ ഇല, കായ എല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കൊക്കെ ചെറുപ്പത്തിലേക്ക് അമ്മയൊക്കെ ധാരാളം ഉണ്ടാക്കി തരുമായിരുന്നു. ഈ പറമ്പൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ടേ ഒത്തിരി മുരിങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ ഫ്ലാറ്റ് സംസ്കാരം വന്ന പിന്നെ ഇതൊക്കെ വളരെ വളരെ വിരളമായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്തോളണം. ഭയങ്കര ഹെൽത്തി, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.